ഈമാൻ തെറിച്ചു പോകുന്ന ചിന്തകൾ ഖൽബിലേക്ക് ചിലപ്പോ വരും. നമ്മ ഒന്നാന്തരം മുഅ്മിനാണ്, ഒന്നാന്തരം മുസ്ലിമാണ്, ഇബാദത്തൊക്കെ വളരെ ക്ലിയറാണ്. എന്നാലും ചില വേണ്ടാത്ത ചിന്തകൾ, എന്താ പടച്ചോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്ന് പോലും ഒരു വിശ്വാസി ആലോചിച്ച് പേടിച്ചു പോകും. പടച്ചോനെ എന്റെ ഈമാൻ പോയിപ്പോയോ? പേടിക്കേണ്ട, അതൊരു വസ്വാസാണ്. അത് പറയരുത്. ഇങ്ങനെയൊക്കെ തോന്നി, എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി എന്ന് പറയരുത്. മനസ്സിലവിടെ വെക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പുണ്യ നബിയോട് സഹാബിമാര് പറയുമായിരുന്നു, നബിയേ, ഞങ്ങളുടെ നാവുകളിലൂടെ, ഞങ്ങളുടെ മനസ്സിലൂടെ ചിലതൊക്കെ വന്നു പോകുന്നു, പറയാൻ തോന്നുന്നു. ഞങ്ങളെങ്ങാനും അത് തുറന്നു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കഴുത്ത് മുറിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുർത്തദ്ദായി പോകും. അങ്ങനത്തെ ഗുരുതരമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നബിയേ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. തീർച്ചയായും മനുഷ്യന്റെ കേൾവിയും മനുഷ്യന്റെ കാഴ്ചയും മനുഷ്യന്റെ മനസ്സും ചിന്തയും ഇതിനെക്കുറിച്ചെല്ലാം ചോദ്യമുണ്ട് എന്നായത്തിറങ്ങിയപ്പോഴേ സ്വഹാബിമാര് പറയുകയാണ്, നബിയേ, ഞങ്ങളുടെ മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ വന്നു പോകുന്നു, അതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ടോ? അപ്പോഴാണ് ഹബീബിന്റെ മറുപടി, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലാ വസ്വസത്തിൻ. അല്ലാഹു പിശാചിന്റെ ആ ചതി ഒരു വസ്വാസായി ഒതുക്കി നിർത്തിയല്ലോ. നിങ്ങളത് പറയരുത്, നിങ്ങളത് ചെയ്യരുത്. തോന്നിയതല്ലേ, സാരമില്ല. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. മനസ്സിൽ പലതും വന്ന് കയറിയിറങ്ങിപ്പോകും. അങ്ങനെ ചിന്തകൾ കയറി ഇറങ്ങുന്നതിന് വിരോധമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറക്കരുത്, നിങ്ങളത് പറയരുത്. അതുപോലെ